ചായ നേരത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് അതൊരു ചെറിയ മസാലയിലൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു അടിപൊളി ചായക്ക് കൂട്ടായിട്ടുള്ള ഒരു കടിയാണ്. ഞങ്ങൾ ചായക്ക് കഴിക്കുന്ന ചെറിയ സ്നാക്സിനെയൊക്കെ കടി എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു 1/4 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് 1 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ച്, 1 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂണോളം, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഉപ്പും ആവശ്യത്തിനിട്ട് നന്നായി ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷമാണ് തീ കത്തിച്ചത് കേട്ടോ. പാൻ സ്റ്റവ് ഓൺ ചെയ്ത് അതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി നല്ലപോലെ ചെറിയ ബോൾസ് ആക്കിയെടുത്തു. ആ പാനിൽ തന്നെ ഞാനൊരു തട്ടിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്തത്. അതിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ ഒക്കെ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി ചെറിയൊരു മസാലയാണ് അതിലേക്ക് വേണ്ടത്. കടുക് പൊട്ടിച്ചു, സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കുറച്ചൊന്ന് മൂപ്പ്, നന്നായി ബ്രൗൺ ഒന്നും ആവേണ്ട, കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു കുഞ്ഞു ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇത് ഓപ്ഷനിലാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സാമ്പാർ പൊടി എന്നുള്ളത് മസാല പൗഡറോ ചിക്കൻ മസാലയോ അതല്ലെങ്കിൽ ഗരം മസാല പൗഡർ നമ്മൾ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ചേർത്ത് കൊടുക്കാം. ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബോൾസ് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് കേട്ടോ. ഇനി അത് കൊടുത്തിട്ട് ബോൾസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് വേറൊരു 4 മണി പലഹാരമായിട്ട് വരാം.